നല്ല നാടൻ കുടംപുളി ഇട്ട മീൻകറി, അതും കുട്ടനാട് സ്റ്റൈൽ. ഇച്ചിരി കപ്പയും കൂടെ കിട്ടുമായിരുന്നേ പൊളിച്ചേനെ. പലതരത്തിലുള്ള മീൻകറി ഉണ്ടാക്കുമെങ്കിലും ഈ സ്റ്റൈലാണ് ഇവിടെ മിക്കവാറും ഉണ്ടാക്കാറ്. അപ്പോൾ എങ്ങനെയാ, തുടങ്ങിയാലോ? ഇതേ ഞങ്ങൾ ഈ മൺചട്ടിയിലാണ് കേട്ടോ മീൻകറി വെക്കുന്നത്. അത് ആദ്യം ചൂടാക്കാൻ വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിൻ്റെ അകത്ത് ഉലുവയും കടുക് ഇട്ട് പൊട്ടിക്കണം. ഈ പുകയെന്ന് വരുന്ന കൊണ്ടല്ലേ ചട്ടിയുടെ ഇച്ചിരി എണ്ണമയം ഉണ്ടായിരുന്നു, അതാ. ഇനി നമുക്ക് അതിൻ്റെ അകത്തോട്ട് പച്ചമുളക് ഇടാം. അത് നന്നായിട്ട് വാടുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് അതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഇളക്കാം. ഇനി നമ്മൾ അതിൻ്റെ അകത്തോട്ട് വറ്റൽമുളക് ഇടാൻ പോവാണേ. ഇത്രയും മുളക് കൊണ്ട് പേടിക്കണ്ട കേട്ടോ, ഏകദേശം ഒരു 2 കിലോളം മീനുണ്ട്, അപ്പോൾ ഇത്രയും ആവശ്യം വരും. ഇനി നമുക്ക് അത് രണ്ടൊന്ന് ഇളക്കി കൊടുക്കാം, ഒന്ന് മൂക്കുന്നത് വരെ. ഇനി നമുക്ക് വേണ്ടത് ഒരു 10-20ഓളം ചെറിയ ഉള്ളി നന്നായിട്ട് അരിഞ്ഞത്, പിന്നെ ഒരു 20-25ഓളം അല്ലി വെളുത്തുള്ളിയും, പിന്നെ ഒരു 3-4 ഇഞ്ച് വലിപ്പമുള്ള ഒരു ഇഞ്ചിയും അത് നന്നായിട്ട് അരിഞ്ഞ് ഇതിൻ്റെ അകത്തോട്ട് ആഡ് ചെയ്യണം. ഇത് 3 ഒരുമിച്ചാണ് കേട്ടോ ആഡ് ചെയ്യുന്നത്. ഇനി ഇതൊക്കെ ഒന്ന് വാടുന്നവരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ദേ, ഈ കറിവേപ്പിലയുടെ കാര്യത്തിൽ പിശുക്കൊന്നും വേണ്ട കേട്ടോ, ഇഷ്ടം പോലെ ഇടാം. അതും തണ്ടോടുകൂടെ, അതാ ഇവിടുത്തെ സ്പെഷ്യൽ. ഫ്ലേവർ അങ്ങ് ഇറങ്ങട്ടേന്നേ. ഇനി നമുക്ക് അതിലോട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കണം. അതിൻ്റെ കൂടെ ഒരു 3/4 ടീസ്പൂൺ മുളക് പൊടി കൂടി ചേർക്കാം. അതും കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ. ഇനിയാണ് നമ്മുടെ സ്റ്റാർ ഇൻഗ്രീഡിയൻറ്റ് വരുന്നത്, അതായത് നമ്മുടെ സ്വന്തം കുടംപുളി. ഇത് നമ്മുടെ പറമ്പിൽ നിന്ന് തന്നെ എടുത്താൽ കേട്ടോ. ഇനി നമുക്ക് അതിലോട്ട് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. ഈ കൂട്ടൊന്ന് നന്നായിട്ട് തിളച്ച് കഴിയുമ്പോഴത്തേക്കും അതിനകത്തോട്ട് നമ്മുടെ മീൻ കഷ്ണങ്ങൾ ഇടുക. ഇവിടെ ഞങ്ങൾ മത്തിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അതിൻ്റെ കൂടെ അതിൻ്റെ മുട്ടയുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് തിളയ്ക്കാൻ വേണ്ടിയിട്ട് വെക്കാം, ഒരു 5-10 മിനിറ്റ്. ദേ, നമ്മുടെ കറി സെറ്റായിട്ടുണ്ടേ. ഈ മീനിലോട്ട് ശരിക്കുള്ള പുളി എരിവൊക്കെ പിടിക്കണമെങ്കിൽ ഒരു ദിവസം കൂടെ നമ്മൾ വെക്കേണ്ടി വരും കേട്ടോ. പക്ഷേ എനിക്ക് ക്ഷമയില്ലാത്തതുകൊണ്ട് ഞാനതങ്ങ് എടുക്കുവാണേ. അപ്പം ശരി എന്നാൽ.